ഓരോ വീടും ഇന്റീരിയർ ചെയ്യാൻ വേണ്ടി ഓരോ കസ്റ്റമേഴ്സ് അല്ല ഓരോ ക്ലയൻസ് ഞങ്ങളുടെ അടുത്ത് എത്തുന്നത് അവർക്കെല്ലാം ഓരോ ആഗ്രഹങ്ങളും ഓരോ ആവശ്യങ്ങളുമായിട്ടാണ് വരാറ്. അത് ഞങ്ങൾ ഡിസൈൻ ചെയ്യുന്നത് വളരെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് അവരുടെ ആഗ്രഹങ്ങളെ മനസ്സിലാക്കി അത് ഏറ്റവും ഭംഗിയോടുകൂടി ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഞങ്ങൾ വെക്കാറുള്ളത്. ഹായ്, ഞാൻ വിപിൻ, മാനേജിംഗ് പാർട്ണർ ആംദി ഡെക്കർ ഇന്റീരിയേഴ്സ്. ക്ലയന്റിന്റെ റിക്വയർമെന്റ് ഈ വീട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാം, കുറച്ചേറെ ഓപ്പൺ സ്പേസുകൾ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന സ്പേസിനെ ഒട്ടും തന്നെ ഒരു എന്താ പറയുക ലിമിറ്റ് ചെയ്യാതെ നമ്മുടെ ഇന്റീരിയറും അതിൻ്റെ അകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്ത് ചെയ്യണം എന്നുള്ളതായിരുന്നു ക്ലയന്റിന്റെ ഫസ്റ്റ് റിക്വയർമെന്റ്. അത് ഒരു പാർട്ടീഷൻ വേണ്ടടുത്ത് പാർട്ടീഷൻ കൊടുക്കണം, അല്ലെങ്കിൽ വേണ്ടതൊന്നും കുറയ്ക്കാനും പാടില്ല, എന്നാലൊട്ട് ഓപ്പൺ സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുന്നത് ഒരു ചെറിയ വെല്ലുവിളി ഉണ്ടായിരുന്നു. എങ്കിൽ പോലും അത് ഏറ്റവും ഭംഗിയോടുകൂടി തന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ക്ലയന്റിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി ആയിരുന്നു ഓപ്പൺ സ്പേസിനെ ബ്രേക്ക് ചെയ്യരുതെന്നുള്ളത്. അത് നമ്മൾ വളരെയേറെ ശ്രദ്ധിച്ചിട്ടുണ്ട്. വളരെ മിനിമലായിട്ട് അല്ലെങ്കിൽ വളരെ ലീൻഡ് ആയിട്ടുള്ള മോഡൽസ് ഓഫ് പാർട്ടീഷൻസ് ആണ് നമ്മൾ എല്ലായിടത്തും കൊടുത്തേക്കുന്നത്. വലിയൊരു യൂണിറ്റ് പോലെ കൊടുക്കാതെ വേണ്ടത് മാത്രം നിഷസ് മാത്രം കൊടുത്ത് നമ്മൾ ഹോം ഡെക്കർ ഐറ്റംസ് വെക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. നമുക്ക് മുഴുവനുള്ളത് 4 ബെഡ്റൂമാണ്. 4 ബെഡ്റൂമിനെയും 4 കളേഴ്സ് തീം വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. 4 ബെഡ്റൂമിൽ മാസ്റ്റർ ബെഡ്റൂം നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതലും സ്റ്റോറേജിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത്. ലൈക്ക് ഇപ്പോൾ ഒരു 4 ഡോർ വാർഡ്രോബാണ് ചെയ്തേക്കുന്നത്. അതിൽ ഡോർസിലൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ചെറിയ ലൈൻസ് ബ്ലൂ വർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് ഒരു സോളിഡ് കളറിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയുള്ള രീതിയിലാണ് നമ്മൾ ശരിക്കും ആ ഡിസൈൻസ് കൊടുത്തത്. അതിനോടൊപ്പം തന്നെ ക്ലയന്റിന്റെ ഒരു റിക്വയർമെന്റ് ആയിരുന്നു മാസ്റ്റർ ബെഡ്റൂമിൽ ഒരു ചെറിയ ഡ്രസ്സിംഗ് സ്പേസും അതിനോടൊപ്പം ഒരു ചെറിയ ഓഫീസ് സ്പേസ് കൂടെയും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ റൂമിനെ ചെറുതായിട്ടൊരു സെപ്പറേഷൻ, ഒരു എന്താ പറയുക എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഒരു ഫാൾ സെപ്പറേഷൻ വെച്ചിട്ടുണ്ട്, ഫാൾ പാർട്ടീഷൻ വെച്ചുകൊണ്ട് നമ്മളൊരു ചെറിയ പാർട്ടീഷൻ കൊടുത്തിട്ട് നേരെ ബാക്കിലേക്ക് ഒരു ഓഫീസ് സ്പേസ് കൂടെയും നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ക്ലയന്റ് ജയസാറിന് 2 മക്കളാണ്, സ്നേഹയും എഡ്വിനും. അതിൽ എഡ്വിൻ്റെ റൂം ചെയ്യുന്ന സമയത്ത് എഡ്വിന് ഒരു താല്പര്യം ഉണ്ടായിരുന്നു, വാർഡ്രോബിൻ്റെ സ്റ്റോറേജ് യൂണിറ്റ് അങ്ങനെ ഒരു വലിയൊരു ഏരിയയിലേക്ക് വേണ്ട, ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് വുഡും ഒരു ഡാർക്ക് ഗ്രേ എന്നുള്ളൊരു ഷെയ്ഡിലേക്കാണ് എഡ്വിൻ ശരിക്കും ഡിസൈനിൻ്റെ ആ ഒരു കളർ തീം കൊണ്ടുവരാനായിട്ട് ആവശ്യമുള്ളത്. വാർഡ്രോബിനോട് ചേർന്ന് തന്നെ ഷൂ റാക്ക് വേണമെന്നൊരു ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ചെറിയ സിറ്റിംഗ് സ്പേസും കൊടുത്തുകൊണ്ട് നമ്മൾ ഷൂ റാക്കാണ് ബെഡ്റൂമിൽ കൊടുത്തത്. അതിൽ സൈഡ് ടേബിൾസ് ശ്രദ്ധിച്ചാൽ അറിയാം, വളരെ ഒരു പ്രത്യേകതയുള്ള ഡിസൈനിലാണ് നമ്മൾ ശരിക്കും കൊടുത്തത്. ഒരു ഓപ്പൺ ഒരു സ്റ്റോറേജ് പോലെയാണ് കൊടുത്തേക്കുന്നത്. അതിനൊരു ചെറിയൊരു കർവ് ഡിസൈനാണ് നമ്മൾ അതിൻ്റെ കൊടുത്തത്. അവരുടെ ഡ്രസ്സിങ് ഏരിയയിൽ ആൾക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ഡിസൈൻ മതി എന്ന് പറഞ്ഞു. ജസ്റ്റ് നമ്മളൊരു ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് അവരുടെ ഡ്രസ്സിങ് ഏരിയ നമ്മൾ ഡിസൈൻ ചെയ്തത്. അതുപോലെ കിച്ചൺ നോക്കുകയാണെങ്കിൽ ഫാമിലിക്ക് കുറേയേറെ സജഷൻസ് ഉണ്ടായിരുന്നു. അവർക്കൊരു ഡിസ്പ്ലേ കിച്ചൺ വേണ്ട, അവർക്കൊരു യൂട്ടിലിറ്റി കിച്ചൺ വേണമെന്നുള്ളത് ഒരു വലിയൊരു പോയിന്റ് ആയിരുന്നു. ലൈക്ക് അത് നമ്മൾ 100% നമ്മൾ ഡിസൈനിലൂടെ അത് കൺവേ ചെയ്തപ്പോൾ അതിലേക്കൊരു അധികം ഒരു കറക്ഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് കിച്ചൻ്റെ വർക്കിലേക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പം കിച്ചൺ നോക്കുകയാണെങ്കിൽ നമുക്ക് ബേസ് കൗണ്ടറിനും വാൾ യൂണിറ്റിനൂടെയും നമ്മൾ വുഡൻ ഷെയ്ഡ്സ് ആണ് കൊടുത്തേക്കുന്നത്. അതുപോലെ അതിൻ്റെ ഹാൻഡിൽസ് നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് ഷെയ്ഡിലുള്ള ഹാൻഡിൽസ് ആണ് കൊടുത്തേക്കുന്നത്. അത് ആ വുഡിനെ കുറച്ച് കൂടുതലേറെ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. ലോഫ്റ്റിലാണെങ്കിലും സോളിഡ് കളേഴ്സ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു ബേ വിൻഡോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു സീറ്റിംഗ് ഏരിയ നമ്മൾ കിച്ചണിൽ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് സാധാരണ നോർമലി നമ്മൾ കണ്ടുവരുന്നത് ഒരു കിച്ചനെ പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല, യൂട്ടിലിറ്റിക്ക് വേണ്ടിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്തത്. അതൊരു വാളിലേക്ക് അറ്റാച്ച് ചെയ്താണ് നമ്മൾ ഡിസൈൻ കൊടുത്തത്.
ഒരു വീടിനെ സംബന്ധിച്ച് ഇന്റീരിയേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഹൃദയഭാഗമാണ്. ആ പാട്ട് ഞങ്ങൾ ഏറ്റവും ഭംഗിയോടുകൂടിയും ശ്രദ്ധയോടുകൂടിയും ആംദഡക്കർ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിനായി ആംദഡക്കറിനെ ചൂസ് ചെയ്ത് ജയേഷ് സാറിനും ഫാമിലിക്കും താങ്ക്സ്.